ദേശീയപാത കൂളിയങ്കാലിൽ സർവീസ് റോഡ് ഇടിഞ്ഞതിന് സമീപത്തെ അംഗപരിമിതനായ കെ മുഹമ്മദിന്റെ വീട് റോഡിലേക്ക് പതിക്കാനായ നിലയിൽ സ്ഥലത്തെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ തകർന്ന റോഡിൽ സ്റ്റിക്കർ പതിച്ച് പ്രതിഷേധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കൂളിയങ്കാലിൽ സർവീസ് റോഡ് ഒലിച്ചുപോയത്. റോഡിനോട് ചേർന്നുള്ള അംഗപരിമിതനായ കെ മുഹമ്മദിന്റെ വീട് ഇതേ തുടർന്ന് റോഡിലേക്ക് പതിക്കാനായ നിലയിലാണ്. സർവീസ് റോഡ് നിർമ്മിച്ചതോടെ മൺതിട്ടയിലായ വീടിപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. പോരാത്തതിന് വീട്ടിലേക്ക് കയറാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയുമാണ്. സർവീസ് റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിർമ്മാണ കരാർ കമ്പനി ഉദ്യോഗസ്ഥർക്കും അധികൃതർക്കും പരാതി നൽകിയിരുന്നു. അന്ന് ഓവുചാൽ നിർമ്മിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഓവുചാലിന്റെ പ്രവൃത്തി ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇതാണ് വീടിനോട് ചേർന്നുള്ള മണ്ണിടിയാൻ കാരണമായത്. ഏതു നിമിഷവും വീടിന്റെ മുൻഭാഗം ഇടിയുമെന്ന ഭീതിയിലാണ് വീട്ടുകാരുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡിൽ സ്റ്റിക്കർ പതിച്ചത്. പ്രതിഷേധ പരിപാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ മഴ വരുന്നതിന് 2 ദിവസം മുമ്പേ നമുക്ക് അറിയാവുന്ന മരുമകൻ റിയാസ് പറഞ്ഞത്, ഞങ്ങൾ റോഡുണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ സർക്കാരാണ് ഈ റോഡുണ്ടാക്കിയത് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി റിയാസ് പിന്നെ എല്ലാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ഒരുപാട് ഗർത്തങ്ങൾ ഉണ്ടാവുകയും റോഡുകൾ അങ്ങനെ തന്നെ മറിഞ്ഞു വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് റിയാസ് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ റോഡല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ റോഡാണ് പൊളിഞ്ഞു വീണത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഏതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ജനങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ പ്രതിഷേധ സമരം യൂത്ത് ലീഗ് നടത്തുകയാണ്, DYFI നടത്തുകയാണ്. അപ്പോൾ അവർ തന്നെ റോഡുണ്ടാക്കി, സർക്കാർ തന്നെ റോഡുണ്ടാക്കി, ആ ഭരണ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പ്രതിഷേധ സമരം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നു. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കൊത്തിക്കാൽ, ജനറൽ സെക്രട്ടറി റമീസ് ആറങ്ങാടി, ജില്ലാ സെക്രട്ടറി MP നൌഷാദ്, യൂനുസ് വടകരമുക്ക്, വാർഡ് കൌൺസിലർ കെ മുഹമ്മദ് കുഞ്ഞ്, റഷീദ് ഹോസ്തുർഗ്, മുത്തലീബ് കൂളിയങ്കാൽ, ആസിഫ് ബെല്ല, ആബിദ് ആറങ്ങാടി, AK മുഹമ്മദ്, T ഖാദർ, M ബഷീർ ഹംസ, മുഹമ്മദ്, ഷക്കീർ, ഉനൈസ്, അജ്മൽ, ജബ്ബാർ ചിത്താരി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.